ആലത്തൂരിൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ പോസ്റ്ററുകളും ഫ്ലക്സ് ബോർഡുകളും വ്യാപകമായി നശിപ്പിച്ചുവെന്ന് പരാതി. പോലീസിനെ സമീപിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് രമ്യ ഹരിദാസ് പറഞ്ഞു. ശ്യാംകുമാറുണ്ട് ഇപ്പോൾ ആലത്തൂരിൽ വിവരങ്ങളുമായി. ശ്യാം, ഇത് വ്യാപകമായി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക മേഖല കേന്ദ്രീകരിച്ചാണോ ഇത്തരത്തിൽ പോസ്റ്ററും ഫ്ലക്സും ഒക്കെ നശിപ്പിച്ചിരിക്കുന്നത്? ഉന്മേഷെ, കഴിഞ്ഞ ദിവസം രമ്യ ഹരിദാസിന്റെ ഒരു ഫ്ലെക്സ് ബോർഡ് കത്തിച്ച സംഭവം ഉണ്ടായിരുന്നു. അതിൽ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാതെ ഇരിക്കുന്നതിനിടെയാണ് ഇന്ന് തരൂർ നിയോജക മണ്ഡലത്തിലെ മരുതങ്കോട്, തരൂർ പ്രദേശങ്ങളിൽ രമ്യ ഹരിദാസിന്റെ ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും വ്യാപകമായി നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതെല്ലാം ബ്ലേഡ് കൊണ്ട് കീറുകയും ചവിട്ടി ഒടിച്ച നിലയിലുമാണ് ഈ ഫ്ലെക്സ് ബോർഡുകളിലൊക്കെ ഉള്ളതെന്നാണ് രമ്യ ഹരിദാസ് തന്നെ പറയുന്നത്. അതിനു പുറമെ വിവിധ സ്ഥലങ്ങളിൽ ഒട്ടിച്ചിരിക്കുന്ന അവരുടെ പ്രചരണ പോസ്റ്ററുകളുടെ പുറത്ത് CPIMന്റെ പോസ്റ്ററുകൾ കൊണ്ടൊട്ടിക്കുകയും UDF സ്ഥാനാർത്ഥിയുടെ മുഖം കാണാത്ത രീതിയിൽ പോസ്റ്ററുകൾ ഒട്ടിക്കുകയും ചെയ്യുന്നുവെന്ന ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇതിലും ആ പ്രദേശം ഉൾപ്പെടെ CPIMന്റെ വലിയ ആളുകൾ, പ്രവർത്തകരുള്ള പ്രദേശമാണ്. അങ്ങനെ പല ഭാഗങ്ങളിലും മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു. പരാതി നൽകിയിട്ടും നീതി ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് UDF ഉയർത്തുന്നത്. ഏതായാലും നിലവിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ UDF എന്ന രീതിയിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥി തന്നെ നമ്മളോട് പറഞ്ഞത്. വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു, പക്ഷേ തനിക്ക് മാത്രം ഇതിൽ നീതി ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് രമ്യ ഹരിദാസ് ഇപ്പോൾ ഉയർത്തുന്നത്. ഉന്മേഷ്, ശ്യാംകുമാറാണ് ആലത്തൂരിൽ വിവരങ്ങൾ നൽകിയത്.